ബിന്ദു മുത്തശ്ശി ആരെയോ വിളിച്ച് എന്തൊക്കെയോ പറയുകയാണ്, എന്തൊക്കെയോ ബ്ലാബർ ചെയ്യുകയാണ്. അക്കു ഇവിടെ ഷൂട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതുവരെ മേക്കപ്പ് ഇട്ടിട്ടില്ല. മേക്കപ്പ് ഇല്ലാത്ത അക്കുവിൻ്റെ മുഖം നോക്കൂ, എത്ര ഭംഗിയുള്ളതും നല്ല ഒരു മുഖമാണ്. ഞാനിപ്പോൾ എത്ര കുറ്റം പറഞ്ഞാലും എൻ്റെ സ്വന്തം മോനാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ മോനെ കുറ്റം പറയാൻ, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ എൻ്റെ അബി എൻ്റെ ജീവനാണ്. അബി ഇല്ലാത്ത സെറ്റ് എനിക്ക് ഓർക്കാൻ പോലും കഴിയും. കമന്റ് ഇട്ടിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ജലജയുടെ നമ്മൾ അബി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇതിട്ടപ്പോ എന്തെല്ലാം പറഞ്ഞാലും ജലജയുടെ എനർജി പവർ അബിയാണ്. അതെ, അപ്പം താങ്കൾ നൽകുന്ന ഓരോ കുരുക്കുകൾ എന്നെ കൊണ്ട് പല കുരുക്കുകളും എത്തിക്കാറുണ്ട്. എന്നാ പോലും ഈ സീരിയൽ തുടങ്ങിയ സമയം മുതൽ ഞാനും ജലജ ഓരോന്ന് പ്ലാൻ ചെയ്യും ഗൈസ്. അവസാനം ആ പണി ഞങ്ങൾക്ക് തന്നെ കിട്ടാറാണ്. അത് നീ കാരണം, നീ ഒറ്റ ഒരാൾ കാരണമാണ് ആ പണി. എൻ്റെ അമ്മയാന്ന് പറഞ്ഞ ഈ ജലജ ഒരു മണ്ടിയാണ്, ഒരു പൊട്ടിയാണ് ഗൈസ്. അവൾക്ക് എല്ലാം ഈ എന്നെ കുഴി ചാടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ജലജയ്ക്ക് ഉള്ളൂ ഗൈസ്. അങ്ങനെ പറയരുത്. പിന്നെ അബി, നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് പോകാം. ഷൂട്ടില്ലാത്ത ടൈമിൽ എന്തൊക്കെയാണ് അക്കു ചെയ്യുന്നത്? വെറുതെ ഷൂട്ടുള്ള ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ ഒരു 5:30 എണിക്കും. പിന്നെ 6:37 വണ്ടി വരും. കുറച്ചുകൂടെ ഉറക്കെ പറയോ? കാരണം നമ്മൾ ഇവിടെ പുറത്ത് അനാവശ്യമായ സൗണ്ടുകളുണ്ട്, അപ്പോൾ കുറച്ച് സൗണ്ട് കൂട്ടണം. അപ്പോൾ ഗൈസ്, ഷൂട്ടുള്ള ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ ഒരു 5:30 എണിക്കും. 6:37 വണ്ടി വരും ഗൈസ്. ഞാൻ ഷൂട്ടിലേക്ക് എത്തും. ഓക്കെ. ഷൂട്ട് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ ഒരു 9:30 എണിക്കാറുള്ളൂ. ഓക്കെ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരിക്കും. എനിക്ക് വീട്ടിലാണെങ്കിലും ഒരു ഉച്ച ശേഷം ഒരു 3 മണി വരെ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ ഗൈസ്. അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു ഏരിയ പീരിയഡ് സഞ്ചാരമാണ്. പെട്ടെന്ന് ഡ്രസ് ഇടും, അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ ഡ്രസ് ഇട്ടിട്ട് ഒന്ന് എനിക്ക് ലുലുലു പോകണം. അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, അജയ് ചേട്ടൻ്റെ പാർലറിൽ പോയി എന്തെങ്കിലും ബ്യൂട്ടി സർവീസ് എന്തെങ്കിലും ചെയ്യണം. അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കുട്ടിയുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ വായ്നോട്ടമാണ്. കാരണം 3 മണി കഴിഞ്ഞാൽ പിന്നെ സന്ധ്യ മയങ്ങിയാൽ ഈ കുട്ടി വീട്ടിലിരിക്കില്ല. ആൾക്കാരുള്ള സ്ഥലത്ത് പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടം. അതെ അതെ, കാരണം നമ്മുടെ ലുലുവില് ചായയുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര അപ്പം നിങ്ങൾക്ക് അക്കുവിനെ കാണണമെങ്കിൽ ചായയുടെ അടുത്തേക്ക് വരിക. അപ്പോൾ എല്ലാ ദിവസവും 3 മണിക്ക് ശേഷമാണ് ഞാൻ എവിടെ പോകുന്ന വെച്ചാലും അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നെ കാണാൻ ആഗ്രഹമുള്ളത് അങ്ങോട്ട് വരും. ആരും കാണാനില്ല. അപ്പോൾ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ചായയുടെ അടുത്ത് ഉണ്ടാവും. ഞാൻ ഒരു യഥാർത്ഥ സത്യം പറയട്ടെ ഗൈസ്, സ്മിത ഫ്രം കൊച്ചിൻ, കല്ലൂരിൻ്റെ അടുത്താണ്. ഈ ആൾക്കാർ ഇവിടെ കാണണമെന്നുള്ള അവൾക്ക് ഒരു ഇതുണ്ട്. അതുകൊണ്ട് എവിടെയാണ് ആൾക്കാർ കൂടെ നിൽക്കുന്നത് അവിടെ പോയി അവളൊരു ബ്ലാക്ക് ടീം കുമ്പിളപ്പൊക്കെ കഴിക്കും. അതായത് ജലജയാണെന്ന് അറിയിക്കാൻ വേണ്ടി അവൾ കാണിക്കുന്ന ഓരോരോ ഇത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല കുട്ടി. അല്ല, അത് ഞാൻ എല്ലാ ദിവസവും 4 മണിക്ക് എനിക്ക് വൃന്ദാവനിൽ നിന്ന് എൻ്റെ ചക്കയടയും കോഫിയും കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ അതെൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഉള്ള ഒരു ചെറിയ ഔട്ടിങ് കൂടായിട്ട് ഞാൻ അങ്ങ് ഹസ്ബൻഡ് ഇല്ലാതെ കുട്ടി അല്ലാണ്ട് കറങ്ങാൻ പോകും. അത് എപ്പോഴും പോകും. കാരണം നമ്മുടെ ജീവിതം എപ്പോഴും നമ്മൾ ബാലൻസ് ചെയ്യണം. എനിക്ക് ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമാണ്. അതെ, അല്ലെങ്കിൽ തന്നെ എല്ലാവരും എന്നെ നോക്കിയിട്ട് ഓടി വരാറുണ്ട്. ജലജ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി വരാറുണ്ട്.